Hi dear students, welcome to my English class. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള 1ാം യൂണിറ്റിലെ 4 ചാപ്റ്ററുകളായിട്ടുള്ള ദ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ്, എനി വുമൺ, മാച്ച് ബോക്സ്, ഹൊണഗെല്ലു. ഈ ഒരു 4 ചാപ്റ്ററിന്റെയും വളരെ ഷോർട്ട് ആയിട്ടുള്ള സമ്മറിയാണ് ഇന്നത്തെ ഒരു ക്ലാസ്സിലൂടെ നാം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നമുക്ക് 1ാം യൂണിറ്റിലെ 1ാം ചാപ്റ്ററായ ദ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ് എന്ന പ്രസംഗത്തിന്റെ സമ്മറി മനസ്സിലാക്കാം. ദ ത്രീ എൽസ് ഓഫ് എംപവർമെന്റ്, ശാക്തീകരണത്തിന്റെ 3 എല്ലുകൾ. ഇറ്റ്സ് എ സ്പീച്ച് ബൈ ക്രിസ്റ്റ്യൻ ലഗാർഡ്. ഇത് ക്രിസ്റ്റ്യൻ ലഗാർഡിന്റെ പ്രസംഗമാണ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് ഈസ് ദ ഫസ്റ്റ് വുമൺ ടു ബിക്കം ദ ഹെഡ് ഓഫ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് IMF. IMFന്റെ തലവനാകുന്ന ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ്. ഇൻ ദിസ് സ്പീച്ച് ഷീ സ്പീക്സ് ഓൺ വിമൻ എംപവർമെന്റ്. ഈ ഒരു പ്രസംഗത്തിലൂടെ അവർ സംസാരിക്കുന്നത് സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചാണ്. അതായത് ദ തീം ഓഫ് ദിസ് സ്പീച്ച് ഈസ് വിമൻ എംപവർമെന്റ്. ഈ ഒരു പ്രസംഗത്തിൻ്റെ ആശയം സ്ത്രീ ശാക്തീകരണമാണ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് സേസ് വിമൻ ഫേസ് എ ലോട്ട് ഓഫ് ചലഞ്ചസ് ഇൻ ദിസ് വേൾഡ്. ഈ ഒരു ലോകത്ത് സ്ത്രീകൾ ധാരാളം വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്ന് ക്രിസ്റ്റ്യൻ ലഗാർഡ് പറയുന്നു. ഷീ സേസ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് വിമൻ ഇൻ ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് എ കൺട്രി ഈസ് വെരി ലോ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം വളരെ കുറവാണ്. ബിക്കോസ് വിമൻ ആർ ഡിനൈഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി. അതിനുള്ള കാരണം സ്ത്രീകൾക്ക് തുല്യ അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഷീ സജസ്റ്റ് ആസ് എ സൊല്യൂഷൻ ടു ദ ചലഞ്ചസ് ഫേസ്ഡ് ബൈ വിമൻ. ഇന്ന് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ക്രിസ്റ്റ്യൻ ലഗാർഡ് ഒരു സൊല്യൂഷൻ നിർദ്ദേശിക്കുന്നുണ്ട്, ഒരു പരിഹാരം നിർദ്ദേശിക്കുന്നുണ്ട്. അതാണ് ദ ത്രീ എൽസ്, 3 എല്ലുകൾ. ദ ത്രീ എൽസ് ഓഫ് വിമൻ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ. ദ ത്രീ എൽസ് ആർ ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗ് പഠനം, ലേബർ ജോലി തൊഴിൽ, ലീഡർഷിപ്പ് നേതൃത്വം എന്നിവയാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് നിർദ്ദേശിക്കുന്ന 3 എല്ലുകൾ. അതായത് ഇന്നത്തെ ലോകത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ടും അതുപോലെ തന്നെ സ്ത്രീകളെ ശാക്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടും ക്രിസ്റ്റ്യൻ ലഗാർഡ് മുന്നോട്ട് വെക്കുന്ന ഒരു ഫോർമുലയാണ് ദ ത്രീ എൽസ് ഓഫ് വിമൻ എംപവർമെന്റ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 3 എല്ലുകൾ: ലേണിംഗ്, ലേബർ, ലീഡർഷിപ്പ്. പഠനം, ജോലി, നേതൃത്വം. ഫസ്റ്റ് എൽ ഓഫ് വിമൻ എംപവർമെന്റ് ഈസ് ലേണിംഗ്. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള 1ാമത്തെ എല്ലാണ് ലേണിംഗ്, പഠനം. ലേണിംഗ് മീൻസ് എഡ്യൂക്കേഷൻ. ലേണിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസമാണ്, പഠനമാണ്. എഡ്യൂക്കേഷൻ ഈസ് ദ ഫൗണ്ടേഷൻ ഓഫ് എനി ചേഞ്ച്. ഏതൊരു മാറ്റത്തിൻ്റെയും അടിത്തറയാണ് വിദ്യാഭ്യാസം. എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ ദാറ്റ് വി ക്യാൻ യൂസ് ടു ചേഞ്ച് ദ വേൾഡ്. ഈ ഒരു ലോകത്തെ തന്നെ മാറ്റിമറിക്കാൻ പറ്റാവുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ് വിദ്യാഭ്യാസം. ലേണിംഗ് ഹെൽപ്സ് വിമൻ ടു ബ്രേക്ക് ദ ചെയിൻസ് വിത്ത് വിച്ച് ദേ ആർ ബൗണ്ട്. സ്ത്രീകളെ ബന്ധിച്ചിരിക്കുന്ന ചെങ്ങലകളെ തകർക്കാൻ പഠനം അവരെ സഹായിക്കുന്നു. വിമൻ ക്യാൻ ബി എംപവേർഡ് വെൻ ദേ ആർ എഡ്യൂക്കേറ്റഡ്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുമ്പോൾ അവർക്ക് സ്വയം ശാക്തീകരിക്കാം. ക്രിസ്റ്റ്യൻ ലഗാർഡ് റിമൈൻഡ്സ് അസ് ദ ആഫ്രിക്കൻ അഡേജ് റിലേറ്റഡ് ടു വിമൻ എഡ്യൂക്കേഷൻ. സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരു ആഫ്രിക്കൻ പഴഞ്ചൊല്ലി ക്രിസ്റ്റ്യൻ ലഗാർഡ് നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ദാറ്റ് ഈസ്, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ബോയ് യു ട്രെയിൻ എ മാൻ, ഇഫ് യു എഡ്യൂക്കേറ്റ് എ ഗേൾ യു ട്രെയിൻ എ വില്ലേജ്. നിങ്ങൾ ഒരു ആൺകുട്ടിയെ പഠിപ്പിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു പുരുഷനെ പരിശീലിപ്പിച്ച പോലെയാണ്. അതേസമയം തന്നെ നിങ്ങളൊരു പെൺകുട്ടിക്കാണ് വിദ്യാഭ്യാസം കൊടുക്കുന്നതെങ്കിൽ, അതായത് ഒരു പെൺകുട്ടിയെയാണ് നിങ്ങൾ പഠിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഒരു ഗ്രാമത്തെ പരിശീലിപ്പിച്ചതുപോലെയാണ്. ദിസ് പ്രോവർബ് ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗിവിംഗ് എഡ്യൂക്കേഷൻ ഫോർ ഗേൾസ്. പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകേണ്ടതിൻ്റെ പ്രാധാന്യത്തെയാണ് ഈ ഒരു പഴഞ്ചൊല്ല് കാണിക്കുന്നത്. സോ ലേണിംഗ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൽ പഠനം വളരെ പ്രധാനപ്പെട്ടതാണ്. ദെൻ ദ സെക്കൻഡ് സ്റ്റെപ്പ് ഓഫ് വിമൻ എംപവർമെൻറ്റ് ഈസ് ലേബർ. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ 2ാമത്തെ സ്റ്റെപ്പാണ് ലേബർ. ലേബർ മീൻസ് തൊഴിൽ, ജോലി. ലേബർ ഹെൽപ്സ് വിമൻ ടു ഐഡൻറ്റിഫൈ ദെയർ ട്രൂ പൊട്ടൻഷ്യൽ. സ്ത്രീകളുടെ യഥാർത്ഥ കഴിവുകളെ തിരിച്ചറിയാൻ തൊഴിൽ അവരെ സഹായിക്കുന്നു. എ വുമൺ വിതൗട്ട് എനി ഇൻകം ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ഹെർ ഫാദർ, ഹസ്ബൻഡ് ഓർ സൺ ഫോർ ഹെർ നീഡ്സ്. ഒരു വരുമാനവുമില്ലാത്ത ഒരു സ്ത്രീക്ക് അവളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവളുടെ പിതാവിനെയോ ഭർത്താവിനെയോ മകനെയോ ആശ്രയിക്കേണ്ടി വരുന്നു. ലേബർ ഹെൽപ്സ് വിമൻ ടു ഏൺ മണി ആൻഡ് ഷീ ക്യാൻ ബിക്കം ഇൻഡിപെൻഡൻറ്റ്. ജോലി സ്ത്രീകളെ പണം സമ്പാദിക്കാൻ അവരെ സഹായിക്കുന്നു, അതുപോലെ തന്നെ അവൾക്ക് സ്വതന്ത്രരാകാനും സാധിക്കും. ലേബർ ഗീവ്സ് ഹെർ എക്കണോമിക് ഇൻഡിപെൻഡൻസ്. തൊഴിൽ അവൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യം നൽകുന്നു. എ ജോബ് ഈസ് മസ്റ്റ് ഫോർ വിമൻ. സ്ത്രീകൾക്ക് ഒരു ജോലി നിർബന്ധമാണ്. ഷീ ക്യാൻ കോൺട്രിബ്യൂട്ട് ടു ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് എ നാഷൻ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിന് അവൾക്ക് സംഭാവന ചെയ്യാൻ സാധിക്കും. ഇറ്റ് വിൽ എംപവർ ദ എക്കണോമിക് സ്റ്റാറ്റസ് ഓഫ് എ നാഷൻ. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക നിലയെ അത് ശാക്തീകരിക്കും.
Then Christine Lagarde also points out the difficulties faced by women in the workplace. ജോലി സ്ഥലത്ത് സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും ക്രിസ്റ്റീൻ ലഗാർഡ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. Today, women face many challenges in the workplace. ഇന്ന് ജോലി സ്ഥലത്ത് സ്ത്രീകൾ ധാരാളം പ്രശ്നങ്ങൾ, വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. Those are low payment, low security, low status, etc. കുറഞ്ഞ വേതനം, കുറഞ്ഞ സുരക്ഷ, അതുപോലെ തന്നെ താഴ്ന്ന സ്റ്റാറ്റസ് എന്നിവയാണിവ. Our basic norm related to women's job should be equal pay for equal work. സ്ത്രീകളുടെ ജോലിയുമായി ബന്ധപ്പെട്ട നമ്മുടെ അടിസ്ഥാനമായിട്ടുള്ള മുദ്രാവാക്യം തുല്യ ജോലിക്ക് തുല്യവേതനം എന്നായിരിക്കണം. We should eliminate gender discrimination in economic participation. സാമ്പത്തിക പ്രവർത്തനങ്ങളിലെ ലിംഗവിവേചനം നാം ഇല്ലാതാക്കണം. We should promote more opportunity for women. സ്ത്രീകൾക്ക് കൂടുതൽ അവസരങ്ങളെ നാം പ്രോത്സാഹിപ്പിക്കണം. Equal payment and high security should be ensured in the workplace. ജോലിസ്ഥലത്ത് തുല്യവേതനവും ഉയർന്ന സുരക്ഷയും ഉറപ്പാക്കണം. Learning and labor are the key factors in the process of women empowerment. സ്ത്രീ ശാക്തീകരണ പ്രക്രിയയിലെ പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് പഠനവും ജോലിയും, ലേണിംഗ് ആൻഡ് ലേബർ. Then leadership is the third L of women empowerment. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള മൂന്നാമത്തെ എല്ലാണ് ലീഡർഷിപ്പ്, നേതൃത്വം. ലീഡർഷിപ്പ് മേക്സ് വിമൻ മോർ പവർഫുൾ. നേതൃത്വം സ്ത്രീകളെ കൂടുതൽ ശക്തരാക്കുന്നു. വിച്ച് മീൻസ് ലീഡർഷിപ്പ് എംപവേഴ്സ് വിമൻ. നേതൃത്വം സ്ത്രീകളെ ശാക്തീകരിക്കുന്നു. ലീഡർഷിപ്പ് ഹെൽപ്സ് വിമൻ ടു യൂസ് ദെയർ സ്കിൽസ് ആൻഡ് ടാലൻസ്. സ്ത്രീകളുടെ കഴിവുകളെ പുറത്തെടുക്കാനും അത് ഉപയോഗിക്കാനും ലീഡർഷിപ്പ് നേതൃത്വം അവരെ സഹായിക്കുന്നു. വിമൻ ടേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ പ്രോപ്പർ അണ്ടർസ്റ്റാൻഡിംഗ്, കമ്പാഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. ശരിയായ ധാരണ, അനുകമ്പ, സുസ്ഥിരത എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് സ്ത്രീകൾ തീരുമാനങ്ങൾ എടുക്കുന്നത്. വിമൻ ഷുഡ് ബി റെഡി ടു സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺസ്. സ്ത്രീകൾ അവരുടെ കംഫർട്ട് സോണുകളായിട്ടുള്ള വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ തയ്യാറായിട്ടുണ്ടായിരിക്കണം. ഇറ്റ് വിൽ മേക്ക് എ ഡിഫറൻസ്. തീർച്ചയായിട്ടും ഇത് വലിയൊരു മാറ്റം ഉണ്ടാക്കും. വിമൻ എംപവർമെൻറ്റ് ഈസ് നോട്ട് ഓൺലി ഫോർ വിമൻ, ഇറ്റ് ഈസ് ഫോർ ദ ഹോൾ സൊസൈറ്റി. സ്ത്രീ ശാക്തീകരണം ഒരിക്കലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല, സമൂഹത്തിനാകെയുള്ളതാണ് സ്ത്രീ ശാക്തീകരണം. അതായത് സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും സമൂഹത്തിനാകെ ലഭിക്കുന്നതാണ്. വിച്ച് മീൻസ് ദ എൻറ്റയർ വേൾഡ് വിൽ റീപ്പ് ദ ബെനിഫിറ്റ്സ് ഓഫ് വിമൻ എംപവർമെൻറ്റ്. സ്ത്രീ ശാക്തീകരണത്തിൻ്റെ നേട്ടങ്ങൾ തീർച്ചയായിട്ടും ലോകത്തിനാകെ ലഭിക്കും. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ദ 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന സ്പീച്ചിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 1ാം യൂണിറ്റിലെ 2ാം ചാപ്റ്ററായ എനി വുമൺ എന്ന കവിതയുടെ സമ്മറി മനസ്സിലാക്കാം. എനി വുമൺ, ഏതൊരു സ്ത്രീയും. എനി വുമൺ ഈസ് എ പോം റിട്ടൺ ബൈ കാതറിൻ ടൈനാൻ. കാതറിൻ ടൈനാൻ എഴുതിയ ഒരു കവിതയാണ് എനി വുമൺ. ദ തീം ഓഫ് ദിസ് പോം ഈസ് വാല്യൂ ഓഫ് എ മദർ ഓർ ഇമ്പോർട്ടൻസ് ഓഫ് വുമൺ ഇൻ എ ഹൗസ്. ഈ ഒരു കവിതയുടെ ആശയമായി വരുന്നത് ഒരു അമ്മയുടെ മൂല്യമാണ്, അതല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു സ്ത്രീയുടെ പ്രാധാന്യമാണ്. The poet says, Mother is the pillars of the house, keystone of the arch, fire upon the hearth, light of the sun, heat of the earth, light of love, twist that holds together, knot of love, house from floor to roof, wall against all danger, door against wind and snow. ഈ ഒരു കവിതയിലൂടെ കവി അമ്മയെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. അമ്മ വീടിൻ്റെ തൂണുകളാണ്, ദെൻ കമാനത്തിൻ്റെ ആണിക്കല്ലാണ്, അടുപ്പിലെ തീയാണ്, സൂര്യൻ്റെ പ്രകാശമാണ്, ഭൂമിയുടെ ചൂടാണ്, സ്നേഹത്തിൻ്റെ പ്രകാശമാണ്, എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു പിടുത്തമാണ്, ദെൻ സ്നേഹത്തിൻ്റെ ഒരു പിടുത്തമാണ്, ഒരു വീടിൻ്റെ തറ മുതൽ മേൽക്കൂര വരെയാണ്, എല്ലാ അപകടങ്ങൾക്കും എതിരായി നിൽക്കുന്ന മതിലാണ്, കാറ്റിനും മഞ്ഞിനും എതിരായി നിൽക്കുന്ന വാതിലാണ് തുടങ്ങിയ അനവധി മെറ്റഫറുകളാണ് ഒരു അമ്മയെ വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, വർണ്ണിക്കുന്നതിന് വേണ്ടിയിട്ട് കവി ഉപയോഗിച്ചിട്ടുള്ളത്. ഇവയെല്ലാം ഫിഗർ ഓഫ് സ്പീച്ചുകളിൽപ്പെട്ട മെറ്റഫറാണ്. മദർ ഈസ് ദ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് എ ഹൗസ്. ഒരു വീടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അമ്മ. വിതൗട്ട് മദർ ദ ഫാമിലി വിൽ ലൂസ് ഇറ്റ്സ് യൂണിറ്റി. ഒരു വീട്ടിൽ അമ്മയില്ല എങ്കിൽ ആ ഒരു വീടിൻ്റെ ഐക്യം നഷ്ടപ്പെടും. വിതൗട്ട് എ വുമൺ എ ഫാമിലി ഡസൻ ഹാവ് എക്സിസ്റ്റൻസ്. സ്ത്രീയില്ലാതെ ഒരു കുടുംബത്തിന് നിലനിൽപ്പില്ല. മദർ മേക്സ് ദ ഹൗസ് അലൈവ്. ഒരു വീടിനെ ജീവസുറ്റതാക്കുന്നത് അമ്മയാണ്. ദർ ഈസ് നോ ഹാപ്പി ഫാമിലി വിതൗട്ട് മദർ. അമ്മയില്ലാതെ ഒരു സന്തോഷമുള്ള കുടുംബമുണ്ടാകില്ല. ഷീ പ്രൊവൈഡ്സ് പ്യുവർ ലവ് ഫോർ ചിൽഡ്രൻ ആൻഡ് മേക്ക് ദം ഗുഡ് ചിൽഡ്രൻ. അവർ കുട്ടികൾക്ക് പരിശുദ്ധമായ സ്നേഹം നൽകുകയും അവരെ നല്ല കുട്ടികളാക്കുകയും ചെയ്യുന്നു. എ വുമൺ ഈസ് എൻ ഓൾറൗണ്ടർ ഇൻ എ ഫാമിലി. ഒരു കുടുംബത്തിലെ ഓൾറൗണ്ടറാണ് ഒരു സ്ത്രീ. അതായത് ഹെർ കെയർഫുൾ ടച്ച് റീച്ചസ് എവറിവെയർ ആൻഡ് എവറിത്തിങ് ഇൻ എ ഹൗസ്.
അവളുടെ ശ്രദ്ധാപൂർവമായ സ്പർശനം എല്ലായിടത്തും ഒരു വീട്ടിലെ എല്ലാത്തിനും എത്തുന്നു. മദർ ഡസ് ഓൾ ദ ആക്ടിവിറ്റീസ് ഇൻ എ ഹൗസ്. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അമ്മയാണ്. ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ ഹൗസ് ആർ കണക്റ്റഡ് വിത്ത് മദർ. ഒരു വീട്ടിലെ എല്ലാ കാര്യങ്ങളും അമ്മയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഷീ പ്രൊട്ടക്ട്സ് ഹെർ ചിൽഡ്രൻ ഫ്രം ഓൾ പ്രോബ്ലംസ്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അവൾ തൻ്റെ മക്കളെ സംരക്ഷിക്കുന്നു. ഇൻ ദ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ പോയം ദ മദർ പ്രേസ് ടു ദ ഗോഡ് നോട്ട് ടു ടേക്ക് ഹെർ ടിൽ ദ ചിൽഡ്രൻ ഗ്രോ. ഈ ഒരു കവിതയുടെ അവസാന ഭാഗത്ത് കുട്ടികൾ വളരുന്നതുവരെ എന്നെ നീ മരിപ്പിക്കരുത് എന്ന് അമ്മ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇറ്റ് ഷോസ് ദ അറ്റ്മോസ്റ്റ് ലവ് ഓഫ് എ മദർ ടുവാർഡ്സ് ഹെർ ചിൽഡ്രൻ. ഇത് കാണിക്കുന്നത് ഒരു അമ്മയുടെ മക്കളോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹമാണ്. ദ പോം ഡിസ്ക്രൈബ്സ് ദ അൺകണ്ടീഷണൽ ലവ് ഓഫ് എ മദർ. ഒരു അമ്മയുടെ ഉപാധികളില്ലാത്ത സ്നേഹത്തെയാണ് കവിത വിവരിക്കുന്നത്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് എനി വുമൺ എന്ന കവിതയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ദെൻ ഇനി നമുക്ക് 1-ാം യൂണിറ്റിലെ 3-ാം ചാപ്റ്ററായ മാച്ച് ബോക്സ് എന്ന കഥയുടെ സമ്മറി മനസ്സിലാക്കാം. മാച്ച് ബോക്സ്, തീപ്പെട്ടി. മാച്ച് ബോക്സ് ഇസ് എ സ്റ്റോറി റിട്ടൺ ബൈ അശപൂർണ ദേവി. അശപൂർണ ദേവി എഴുതിയിട്ടുള്ള ഒരു കഥയാണ് മാച്ച് ബോക്സ്. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ സ്റ്റോറി അശപൂർണ ദേവി കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്. ഈ ഒരു കഥയുടെ തുടക്കത്തിൽ തന്നെ എഴുത്തുകാരി സ്ത്രീകളെ തീപ്പെട്ടികളുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, താരതമ്യം ചെയ്യുകയാണ്. ബിക്കോസ് ഈവൻ ദോ ദ മാച്ച് ബോക്സസ് ഹാവ് ദ പവർ ടു ബേൺ എവറിത്തിങ്, ദേ ആർ നോട്ട് മേക്കിംഗ് പ്രോബ്ലംസ്. തീപ്പെട്ടികൾക്ക് എന്തിനേയും കത്തിക്കാനുള്ള കരുത്തുണ്ട് എങ്കിലും അവ സ്വയം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. വി ക്യാൻ സീ ദം എവറിവെയർ ഇൻ ദ ഹൗസ്, കാം ആൻഡ് ഇന്നസെൻറ്റ് വിതൗട്ട് മേക്കിംഗ് എനി പ്രോബ്ലം. ഒരു പ്രശ്നവുമില്ലാതെ ശാന്തരും വളരെ നിഷ്കളങ്കരുമായിട്ട് തീപ്പെട്ടികളെ നമുക്ക് വീട്ടിൽ എല്ലായിടത്തും കാണാം. ദ റൈറ്റർ സേസ് വിമൻ ആർ ലൈക്ക് മാച്ച് ബോക്സസ്. എഴുത്തുകാരി പറയുകയാണ് സ്ത്രീകൾ തീപ്പെട്ടികളെ പോലെയാണ്. ടു പ്രൂവ് ഹെർ വേർഡ്സ് ഷീ ടെൽസ് എ സ്റ്റോറി. ഈ ഒരു കാര്യം തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരു കഥ പറയുകയാണ്. അതായത് സ്ത്രീകൾ തീപ്പെട്ടികളെ പോലെയാണ് എന്ന് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട് അശപൂർണ ദേവി ഒരു കഥ പറയുകയാണ്. ഇറ്റ്സ് എ സ്റ്റോറി ഓഫ് എ മാരീഡ് കപ്പിൾ, അജിത് ആൻഡ് നോമിത. വിവാഹിതരായ ദമ്പതികളായ അജിത്തിൻ്റെയും നോമിതയുടെയും കഥയാണിത്. ദ സ്റ്റോറി ഹാപ്പൻസ് അറ്റ് അജിത്സ് ഹൗസ്. അജിത്തിൻ്റെ വീട്ടിലാണ് കഥ നടക്കുന്നത്, കഥ സംഭവിക്കുന്നത്. നോമിത ഈസ് ദ സെൻട്രൽ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി. ഈ ഒരു കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് നോമിത. നോമിത ഈസ് എ സ്ട്രോങ് മൈൻഡഡ് ആൻഡ് സ്ട്രേറ്റ് ഫോർവേഡ് വുമൺ. ദൃഢമായ ചിന്താഗതിയും സ്ട്രേറ്റ് ഫോർവേഡായിട്ടുമുള്ള ഒരു സ്ത്രീയാണ് നോമിത. ഷീ വാണ്ട്സ് ഹെർ പ്രൈവസി ആൻഡ് റൈറ്റ്സ് ടു ബി റെസ്പെക്റ്റഡ്. അവളുടെ സ്വകാര്യതയും അവകാശങ്ങളും മാനിക്കപ്പെടണമെന്ന് അവൾ ആഗ്രഹിക്കുന്നു. ആൻഡ് നോമിത ഈസ് റെഡി ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ വിത്തിൻ ദ 4 വാൾസ് ഓഫ് ഹെർ റൂം. ലിംഗവിവേചനത്തിനെതിരെ തൻ്റെ മുറിയുടെ 4 ചുമരുകൾക്കുള്ളിൽ വെച്ചിട്ടെങ്കിലും അതിനെതിരെ പ്രതിഷേധിക്കാൻ നോമിത ശ്രമിക്കുന്നുണ്ട്. നോമിത കംസ് ഫ്രം എ പുവർ ഫാമിലി. ഒരു പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നാണ് നോമിത വരുന്നത്. ബട്ട് ഷീ ഗെറ്റ്സ് മാരീഡ് ഇൻ ടു എ റിച്ച് ഫാമിലി ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ഹെർ ലുക്സ്. അവളുടെ ഭംഗിയുടെ കരുത്തിൽ സമ്പന്നമായിട്ടുള്ള ഒരു കുടുംബത്തിലേക്കാണ് നോമിതയെ വിവാഹം കഴിക്കുന്നത്. വിച്ച് മീൻസ് നോമിത ഈസ് വെരി ബ്യൂട്ടിഫുൾ. നോമിത വളരെ ഭംഗിയുള്ളവളാണ്. നോമിതാസ് മദർ ഈസ് എ പുവർ വിഡോ വിതൗട്ട് എ സൺ ടു ലുക്ക് ആഫ്റ്റർ ഹെർ. നോമിതയുടെ അമ്മ പാവപ്പെട്ട ഒരു വിധവയാണ്, അവളെ നോക്കാൻ ഒരു മകനുമില്ല. ഷി ഫൗണ്ട് അജിത് എ റിച്ച് മാൻ ടു ഹെർ ഡോട്ടർ. അങ്ങനെ അവളുടെ മകൾക്ക് വേണ്ടി അജിത് എന്ന ഒരു പണക്കാരനെയാണ് നോമിതയുടെ അമ്മ നോമിതയ്ക്ക് വേണ്ടി കണ്ടെത്തുന്നത്. നോമിതാസ് മദർ തിങ്സ് ദാറ്റ് നോമിത ഈസ് ലൈക്ക് എ ക്യൂൻ ഇൻ ഹെർ ഹസ്ബൻഡ്സ് ഹൗസ്. നോമിത തൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ ഒരു രാജ്ഞിയെ പോലെയാണ് ജീവിക്കുന്നത് എന്നാണ് നോമിതയുടെ അമ്മ കരുതുന്നത്. ഷീ തിങ്സ് ഹെർ സൺ ഇൻ ലോ അജിത് ഈസ് ഹൈ മൈൻഡഡ് ആൻഡ് ലാർജ് ഹാർട്ടഡ് മാൻ. നോമിതയുടെ അമ്മ വിചാരിക്കുന്നത് അവളുടെ മരുമകനായിട്ടുള്ള അജിത് വളരെ നല്ല മനസ്സിനുടമയും വിശാല മനസ്സിനുടമയാണ് എന്നാണ് നോമിതയുടെ അമ്മ അജിത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. So Nomida's mother frequently writes to Nomida about her troubles and hardships and requesting her for money. മരുമകനായ അജിത് വളരെ വിശാല ഹൃദയനാണ് എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ നോമിതയുടെ അമ്മ പലപ്പോഴും നോമിതയ്ക്ക് അവളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളെയും കുറിച്ച് എഴുതുകയും അവളോട് പണം ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. നോമിത ഡസൻ ലൈക്ക് ഹെർ മദേഴ്സ് കോൺസ്റ്റൻറ്റ് ബെഗിങ് ഫോർ മണി. പണത്തിനു വേണ്ടി നോമിതയുടെ അമ്മ നിരന്തരമായിട്ട് കത്തുകൾ എഴുതുന്നത് നോമിതയ്ക്ക് ഇഷ്ടമില്ലായിരുന്നു. ഷീ തിങ്സ് ദാറ്റ് ഇറ്റ് ഈസ് ആൻ ഇൻസൾട്ട് ഫോർ ഹെർ. പണം ആവശ്യപ്പെട്ടുകൊണ്ട് അമ്മ നിരന്തരമായിട്ട് കത്തുകൾ എഴുതുന്നത് അവൾക്ക് അപമാനമാണ് എന്നാണ് നോമിത ചിന്തിക്കുന്നത്. ബട്ട് നോമിത തിങ്സ് അബൌട്ട് സെൻഡിങ് സം മണി ടു ഹെർ മദർ സീക്രട്ട്ലി. അമ്മയ്ക്ക് വേണ്ടി രഹസ്യമായി പണം അയക്കുന്നതിനെക്കുറിച്ച് നോമിത ചിന്തിക്കുന്നുമുണ്ട്. ഇറ്റ് ഷോസ് ഹെർ ലവ് ടുവാർഡ്സ് ഹെർ മദർ. ഇത് കാണിക്കുന്നത് നോമിതയ്ക്ക് നോമിതയുടെ അമ്മയോടുള്ള സ്നേഹത്തെയാണ്. നോമിതാസ് ഹസ്ബൻഡ് അജിത് ഹാഡ് എ ബാഡ് ഹാബിറ്റ് ദാറ്റ് ഓഫ് റീഡിംഗ് നോമിതാസ് ലെറ്റേഴ്സ് വിത്തൗട്ട് ഹെർ പെർമിഷൻ. നോമിതയുടെ ഭർത്താവായ അജിത്തിന്
നോമിതയ്ക്ക് വരുന്ന കത്തുകൾ അവളുടെ സമ്മതമില്ലാതെ തുറന്നു വായിക്കുക എന്ന ഒരു ദുശീലം ഉണ്ടായിരുന്നു. അതായത് whenever there is a letter with Nomida's name on the letter cover, Ajit opens it and reads it before giving to Nomida. And sometimes he doesn't give the letter to her. ലെറ്റർ കവറിൽ നോമിതയുടെ പേരുള്ള ഒരു കത്ത് കാണുമ്പോഴെല്ലാം നോമിതയ്ക്ക് നൽകുന്നതിന് മുമ്പായിട്ട് അജിത്ത് ആ ഒരു കത്ത് എടുക്കുകയും വായിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും അദ്ദേഹം നോമിതയുടെ കത്തുകൾ അവൾക്ക് കൊടുക്കാറുമില്ല. ഫോർ ദിസ് റീസൺ നോമിത ഈസ് ഇൻ ആങ്കർ വിത്ത് അജിത്ത്. അജിത്തിൻ്റെ ഈ ഒരു ദുശീലം കാരണം നോമിത അജിത്തുമായിട്ട് ദേഷ്യത്തിലാണ്. വെനെവർ നോമിത ആസ്ക് അബൌട്ട് ദ അഗ്ലി ഹാബിറ്റ് ഓഫ് അജിത്ത് ഹി ഫൈൻഡ്സ് സില്ലി റീസൺസ്. അജിത്തിൻ്റെ ഈ ഒരു മോശം സ്വഭാവത്തിനെതിരെ നോമിത പ്രതികരിക്കുമ്പോഴെല്ലാം അജിത്ത് യുക്തിസഹമല്ലാത്ത കാരണങ്ങൾ കണ്ടെത്തുന്നു. ഹെർ ഹസ്ബൻഡ്സ് ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് നോമിത മേക്സ് ഹെർ ഫർദർ ആംഗ്രി ആൻഡ് മാഡ്. നോമിതയോടുള്ള അവളുടെ ഭർത്താവിൻ്റെ ഇങ്ങനെയുള്ള മനോഭാവം അവളെ കൂടുതൽ ദേഷ്യമുള്ളവളും രോഷമുള്ളവളുമാക്കുന്നു. ഷീ കോൾസ് ഹിം ലയർ ആൻഡ് വൾഗർ മാൻ. അവൾ അദ്ദേഹത്തെ നുണയൻ അതുപോലെ തന്നെ വൃത്തികെട്ട മനുഷ്യൻ എന്ന് വിളിക്കുന്നു. അറ്റ് വൺ മൊമെൻറ്റ് ഷീ ഈവൻ ട്രൈ ടു ഷോ ഹിം ദ പൊട്ടൻഷ്യൽ ഓഫ് വുമൺ ബൈ ട്രൈസ് ടു ബേൺ ഹെർ സാരി ത്രട്ടനിങ് ടു കമ്മിറ്റ് സൂയിസൈഡ്. ഒരു നിമിഷം നോമിത സ്ത്രീകളുടെ കഴിവ് അദ്ദേഹത്തിന് കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവൾ സാരി കത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ബട്ട് ഷീ ലീവ്സ് ഹെർ ആംഗ്രി ആൻഡ് ഗോസ് ബാക്ക് ടു നോർമൽ ലൈഫ് ആൻഡ് പ്രിറ്റൻഡ്സ് ടു ബി ഹാപ്പി ബൈ സ്മൈലിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ ഫാമിലി. എന്നാൽ നോമിത അവളുടെ ദേഷ്യത്തെ ഉപേക്ഷിക്കുകയും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങുകയും കുടുംബാംഗങ്ങളുടെ മുന്നിൽ പുഞ്ചിരിക്കുകയും സന്തോഷവതിയാണ് എന്ന് നടിക്കുകയും ചെയ്യുന്നുണ്ട്. She has her own powers, but she sacrifices her happiness for the sake of a good family life. അവൾക്ക് അവളുടേതായ ശക്തിയും കരുത്തുമുണ്ട് എങ്കിലും നല്ല ഒരു കുടുംബജീവിതത്തിനായി അവൾ അവളുടെ സന്തോഷം ത്യജിക്കുന്നു. സോ ദ റൈറ്റർ കമ്പയേഴ്സ് ഹെർ വിത്ത് ദ മാച്ച് ബോക്സ്. അതുകൊണ്ട് തന്നെ എഴുത്തുകാരി അവളെ നോമിതയെ തീപ്പെട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുന്നു, താരതമ്യം ചെയ്യുന്നു. ഹിയർ ദ ഓതർ കമ്പയേഴ്സ് വിമൻ ടു മാച്ച് ബോക്സസ്. ഈ ഒരു കഥയിൽ എഴുത്തുകാരി സ്ത്രീകളെ തീപ്പെട്ടിയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്, താരതമ്യം ചെയ്യുകയാണ്. Because like matchboxes, women too contain enough power to terminate everything, but they sit around meek and innocent in the kitchen, in the pantry, in the bedroom like matchboxes. കാരണം തീപ്പെട്ടികളെപ്പോലെ തന്നെ സ്ത്രീകൾക്കും എല്ലാത്തിനെയും അവസാനിപ്പിക്കാനും എല്ലാത്തിനെയും നശിപ്പിക്കാനുമായുള്ള ആവശ്യമായ ശക്തിയും കരുത്തുമുണ്ട്. എന്നാൽ അവർ അടുക്കളയിലും സ്റ്റോർ റൂമിലും കിടപ്പുമുറികളിലും തീപ്പെട്ടികളെപ്പോലെ തന്നെ സൗമ്യരായും നിഷ്കളങ്കരുമായിട്ടും ഇരിക്കുന്നു. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് മാച്ച് ബോക്സ് എന്ന കഥയിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് 1ാം യൂണിറ്റിലെ 4ാം ചാപ്റ്ററായ ഹൊറഗല്ലു എന്ന പാഠഭാഗത്തിൻ്റെ സമ്മറി മനസ്സിലാക്കാം. ഹൊറഗല്ലു ഈസ് എൻ അനക്ഡോട്ട് റിട്ടൺ ബൈ സുധാമൂർത്തി. സുധാമൂർത്തി എഴുതിയിട്ടുള്ള ഒരു അനക്ഡോട്ട്, ഒരു സംഭവ കഥയാണ് ഹൊറഗല്ലു. ഇൻ ദിസ് സ്റ്റോറി ദ ഓതർ റിമെമ്പേഴ്സ് ഹെർ ചൈൽഡ്ഹുഡ് ഡേയ്സ്. ഈ ഒരു കഥയിൽ എഴുത്തുകാരി അവളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. ഷീ റിമെമ്പേഴ്സ് അബൌട്ട് ഹെർ വില്ലേജ്. അവൾ അവളുടെ ഗ്രാമത്തെക്കുറിച്ച് ഓർമ്മിക്കുകയാണ്. ദെയർ വാസ് എ ലാർജ് ബനിയൻ ട്രീ ഇൻ ദ മിഡിൽ ഓഫ് ദ വില്ലേജ്. അവളുടെ ഗ്രാമത്തിൻ്റെ ഒത്ത നടുക്കായിട്ട് ഒരു ആൽമരം ഉണ്ടായിരുന്നു. ദെയർ വാസ് എ ഹൊറഗല്ലു അണ്ടർ ദ ബനിയൻ ട്രീ. ആ ഒരു ആൽമരത്തിൻ്റെ താഴെയായിട്ട് ഒരു ഹൊറഗല്ലു ഉണ്ടായിരുന്നു. ഹൊറഗല്ലു ഈസ് എ സ്റ്റോൺ ബെഞ്ച്. ഹൊറഗല്ലു എന്നത് ഒരു കല്ല് കൊണ്ടുണ്ടാക്കിയ ഒരു ബെഞ്ചാണ്. എനിവൺ കുഡ് സിറ്റ് ദെയർ ആൻഡ് റെസ്റ്റ് എ വൈൽ. ആർക്കും അവിടെ ഇരിക്കുകയും വിശ്രമിക്കുകയും ചെയ്യാം. ഹൊറഗല്ലു ഹോൾഡ് സ്പെഷ്യൽ മെമ്മറീസ് ഫോർ ദ ഓതർ. ഹൊറഗല്ലു എഴുത്തുകാരിക്ക് പ്രത്യേക ഓർമ്മകൾ നൽകുന്നുണ്ട്. ഇറ്റ് വാസ് അബൌട്ട് ഹെർ ഗ്രാൻഡ് ഫാദർ. ഹി വാസ് എ റിട്ടയർഡ് സ്കൂൾ മാസ്റ്റർ. ആ ഒരു ഓർമ്മകൾ അവളുടെ മുത്തച്ഛനെ കുറിച്ചായിരുന്നു. അദ്ദേഹം ഒരു റിട്ടയർഡ് ആയിട്ടുള്ള ഒരു സ്കൂൾ ടീച്ചറായിരുന്നു. ഹെർ ഗ്രാൻഡ് ഫാദർ യൂസ് ടു സിറ്റ് ദെയർ ആൻഡ് ടോക്ക് ടു ദ പീപ്പിൾ ദെയർ. അവളുടെ മുത്തച്ഛൻ അവിടെ ഇരിക്കാറുണ്ടായിരുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കാറുമുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ വെയർ ഫാമേഴ്സ്. അവിടെ സമയം ചെലവഴിക്കുന്ന അധികം ആളുകളും കർഷകരായിരിക്കും. ആൻഡ് ദേ മേ ബി ക്യാരിയിങ് ഹെവി ലോഡ്സ് ഓൺ ദെയർ ഹെഡ്. അവർ അവരുടെ തലയിൽ വലിയ ഭാരങ്ങൾ ചുമക്കുന്നുണ്ടായിരിക്കും. ആൻഡ് എവരി വൺ നീഡ്സ് ടു സ്റ്റോപ്പ് എ വൈൽ ടു പുട്ട് ഡൗൺ ദാറ്റ് ബേർഡൻ ആൻഡ് ടേക്ക് റെസ്റ്റ് ടു റീഫ്രഷ്. അങ്ങനെ ആ ഒരു ഭാരം ചുമന്നു വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, ആ ഒരു കർഷകരെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമയം വിശ്രമിക്കാനും ആ ഒരു ഭാരം ഇറക്കി വെക്കാനും അവർക്ക് ആവശ്യമുണ്ട്. ദ ഹൊറഗല്ലു ഗീവ്സ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി. അതിനുള്ള അവസരമാണ് ഹൊറഗല്ലു അവർക്ക് നൽകുന്നത്. അതായത് അവർക്ക് അവിടെ ഇരിക്കാനും അവരുടെ ഭാരം അവിടെ ഇറക്കി വെക്കാനും വിശ്രമിക്കാനുമുള്ള അവസരമാണ് ഹൊറഗല്ലു അവർക്ക് നൽകുന്നത്. സോ ദ ഹൊറഗല്ലു വാസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ ഹൊറഗല്ലു വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ദ ടുക്ക് റെസ്റ്റ് ഓൺ ദെയർ ലോങ് ജേണി. അവരുടെ ദീർഘയാത്രയിൽ അവർ അവിടെ വിശ്രമിക്കുന്നു. ദ ഫാമേഴ്സ് പുട്ട് ഡൗൺ ദെയർ ബേർഡൻസ്, സിറ്റ് ഓൺ ദ ഹൊറഗല്ലു ആൻഡ് ചാറ്റ് വിത്ത് ദ ഗ്രാൻഡ് ഫാദർ.
അങ്ങനെ അതിലൂടെ വലിയ ചുമടുമായിട്ട് സഞ്ചരിക്കുന്ന കർഷകർ അവരുടെ ചുമടുകൾ അവിടെ ഇറക്കി വെക്കുകയും ഹൊരഗല്ലുവിന് സമീപത്ത് ഇരിക്കുകയും അവിടെയുള്ള ഗ്രാൻഡ് ഫാദറുമായിട്ട് അവർ സംസാരിക്കുകയും ചെയ്യുന്നു. ദേ ഷെയർ ദർ വറീസ് ടു ദി ഗ്രാൻഡ് ഫാദർ. അങ്ങനെ അവിടെ ഇരിക്കുന്ന ഗ്രാൻഡ് ഫാദറുമായിട്ട് അവർ അവരുടെ ആശങ്കകളും അവരുടെ പ്രശ്നങ്ങളും സംസാരിക്കുകയും ചെയ്യുന്നു. ഹെർ ഗ്രാൻഡ് ഫാദർ ലിസൺ ടു ദം ടു റീഫ്രഷ് ദം ഫോർ ദർ ജേണി. അങ്ങനെ എഴുത്തുകാരിയുടെ ഗ്രാൻഡ് ഫാദർ മുത്തച്ഛൻ അവർ സംസാരിക്കുന്ന, അതായത് കർഷകർ സംസാരിക്കുന്ന അവരുടെ പ്രശ്നങ്ങളെല്ലാം കേൾക്കുകയും അങ്ങനെ അവരുടെ യാത്രയ്ക്ക് വേണ്ടി അവരെ റീഫ്രഷ് ആക്കുകയും ചെയ്യുന്നു. അതായത് മുത്തച്ഛനുമായി സംസാരിച്ചതിന് ശേഷം കർഷകർക്ക് ഉന്മേഷം തോന്നുന്നു, ഒരു റീഫ്രഷ്മെൻറ്റ് തോന്നുന്നു. ദ ഹൊരഗല്ലു വാസ് ഇമ്പോർട്ടൻറ്റ് ഇൻ ദെയർ ലൈഫ്. അവരുടെ ജീവിതത്തിൽ, ആ ഒരു കർഷകരുടെ ജീവിതത്തിൽ ഹൊരഗല്ലു വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ദെൻ ലേറ്റർ ദ ഓദർ വാസ് വർക്കിംഗ് ഇൻ ബോംബെ. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഓദർ, അതായത് സുധാമൂർത്തി ബോംബെയിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ഷി മീറ്റ്സ് രത്ന, എ കൊലീഗ് ഓൺ ഹെർ വർക്ക് പ്ലേസ്. ഷി വാസ് എ സീനിയർ ക്ലർക്ക്. അങ്ങനെ അവരുടെ ജോലി സ്ഥലത്ത് വെച്ച് അവരുടെ സഹപ്രവർത്തകയായിട്ടുള്ള രത്നയെ സുധാമൂർത്തി കണ്ടുമുട്ടുന്നു. ഷി വാസ് എ സീനിയർ ക്ലർക്ക്. രത്ന അവിടെ ഒരു സീനിയർ ക്ലർക്കായിരുന്നു. എവറി ഡേ ഡ്യൂറിംഗ് ലഞ്ച് അവർ രത്ന വുഡ് സിറ്റ് വിത്ത് ഹെർ കൊലീഗ്സ് ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. എല്ലാ ദിവസവും ഉച്ചഭക്ഷണ സമയത്ത് രത്ന അവളുടെ സഹപ്രവർത്തകരുടെ കൂടെ ഇരിക്കുകയും അവരുമായിട്ട് ദീർഘനേരം സംസാരിക്കുകയും ചെയ്യുമായിരുന്നു. ഹെർ കൊലീഗ്സ് വുഡ് ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് ഹെർ. അങ്ങനെ രത്നയുടെ സഹപ്രവർത്തകർ, കൊലീഗ്സ്, അവരുടെ പ്രശ്നങ്ങൾ രത്നയുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. രത്ന ഓൺലി ലിസൺ ടു ദം വിതൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. അങ്ങനെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം രത്ന വളരെ ക്ഷമയോടുകൂടെ ജഡ്ജ്മെൻ്റ് ഒന്നുമില്ലാതെ കേൾക്കുമായിരുന്നു. രത്ന റീഫ്രഷ് ഹെർ കൊലീഗ്സ് ബൈ ലിസണിങ് ടു ദെയർ ട്രബിൾസ്. അങ്ങനെ രത്ന അവളുടെ സഹപ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകൾ കേട്ടുകൊണ്ട് അവരെ റീഫ്രഷ് ആക്കുമായിരുന്നു. അതായത് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ ക്ഷമയോടുകൂടി കേട്ടുകൊണ്ട് അവരെ റീഫ്രഷ് ആക്കുമായിരുന്നു രത്ന. ബോത്ത് ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വെയർ ഡൂയിങ് സം ഗ്രേറ്റ് സോഷ്യൽ സർവീസ്. മുത്തച്ഛനും അതുപോലെ തന്നെ രത്നയും വലിയ സാമൂഹ്യ സേവനമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബോത്ത് ഓഫ് ദം വെയർ ഗുഡ് ലിസണേഴ്സ്. ഇവർ രണ്ടുപേരും നല്ല ശ്രോതാക്കളായിരുന്നു. അതായത് ഗ്രാൻഡ് ഫാദറും രത്നയും മറ്റുള്ള ആളുകൾ പറയുന്നത് വളരെ ക്ഷമയോടുകൂടെ കേട്ടിരിക്കുന്ന ആളുകളായിരുന്നു. ദ ലിസൺ ടു ദ പ്രോബ്ലംസ് ഓഫ് അതേഴ്സ് പേഷ്യൻ്റ്ലി. മറ്റുള്ള ആളുകൾക്ക് അവരോട് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ പ്രശ്നങ്ങളെല്ലാം വളരെ ക്ഷമയോടുകൂടെ ഇവർ കേട്ടിരിക്കുമായിരുന്നു. ഇറ്റ് റീഫ്രഷ്ഡ് ആൻഡ് റിലാക്സ്ഡ് ദ സ്പീക്കേഴ്സ്. ഇത് അവരോട് സംസാരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ആശ്വാസമായിരുന്നു. ദ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന വെയർ ഹ്യൂമൻ ഹൊരഗല്ലൂസ്. എഴുത്തുകാരിയുടെ മുത്തച്ഛനും അതുപോലെ തന്നെ അവളുടെ സഹപ്രവർത്തകരായിട്ടുള്ള രത്നയും മനുഷ്യന്മാരായിട്ടുള്ള ഹൊരഗല്ലൂസ് ആയിരുന്നു. ബിക്കോസ് ഹിയർ ദ ഹൊരഗല്ലു, ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന ഡു ദ സെയിം തിങ്. ഇവിടെ ഹൊരഗല്ലുവും അതുപോലെ തന്നെ ഗ്രാൻഡ് ഫാദറും അതുപോലെ തന്നെ രത്നയും ചെയ്യുന്നത് ഒരേ കാര്യങ്ങൾ തന്നെയാണ്. ദ ഹെൽപ്പ് ദ പീപ്പിൾ ടു അൺബേർഡൻ ദെയർ ബേർഡൻസ്. ആളുകളുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വെക്കാൻ ഇവർ സഹായിക്കുന്നു. ഹിയർ ബേർഡൻ സിംബോളിക്കലി മീൻസ് ആർ പ്രോബ്ലംസ്, വറീസ്, ആങ്സൈറ്റീസ് എക്സെട്ര. ഇവിടെ ബേർഡൻ, അതായത് ഭാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ ഉത്കണ്ഠകൾ, നമ്മുടെ പ്രയാസങ്ങൾ എന്നിവയാണ്. ആൻഡ് വെൻ ദ ഓദർ സീസ് എ ഹൊരഗല്ലു ഷീ റിമെമ്പേഴ്സ് ഹെർ ഗ്രാൻഡ് ഫാദർ ആൻഡ് രത്ന. അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഓദർ, അതായത് എഴുത്തുകാരി, ഹൊരഗല്ലുകൾ കാണുന്ന സമയത്ത് അവളുടെ മുത്തച്ഛനെയും അതുപോലെ തന്നെ രത്നയെയും ഓർമ്മിക്കുകയാണ്. ഓക്കെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇത്രയും കാര്യങ്ങളാണ് ഹൊരഗല്ലു എന്ന ചാപ്റ്ററിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്.